ഹായ്, നമുക്കിന്ന് മീറ്റ് ബങ്കി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കണ്ണൂർ സൈഡിലൊക്കെ ഇഫ്താറിന് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് നമുക്ക് ബീഫ് വെച്ചിട്ടോ ചിക്കൻ വെച്ചിട്ടോ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ചിക്കൻ എടുത്താലും മതി. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ചേർത്ത മസാലകളെല്ലാം ഈ വെള്ളത്തിൽ കിടക്കും, ബീഫിൽ പിടിക്കാതിരിക്കും. പിന്നെ നമ്മളത് വറ്റിച്ചെടുക്കേണ്ടി വരും. ബീഫ് നല്ലപോലെ വേവിച്ചെടുക്കണം. ഞാനിവിടെ 7 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുകയാണ്. ഈ വിസിലിൻ്റെ എണ്ണം നിങ്ങളുടെ പ്രഷർ കുക്കർ അനുസരിച്ചിട്ട് മാറ്റം വരും. ബീഫ് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതെല്ലാം കൂടി പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നല്ലപോലെ വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ബീഫിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇവിടെ ചേർത്താൽ മതി. സവാള വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ബീഫിൽ എരിവ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഷ്രെഡ് ചെയ്തെടുത്ത ബീഫ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. ഇപ്പം മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ മാവിൽ മുക്കിയിട്ട് പരത്തിയെടുക്കാം. ഇതിലോട്ട് പരത്തിയെടുത്തതിന് ശേഷം കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് 3ആയിട്ട് ഇത് മുറിച്ചെടുക്കണം. ഇതുപോലെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം ഈ വീതി കൂടിയ ഭാഗത്ത് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. ഈ സൈഡ് 3 ഭാഗത്ത് നമുക്ക് കുറച്ച് വെള്ളം തേച്ച് കൊടുക്കാം. അത് ഈ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് ഈ സൈഡ് ഒട്ടിച്ചെടുക്കുക ഇങ്ങനെ. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് നെയ്യ് തേച്ച് കൊടുക്കാം. നെയ്യ് തേച്ചിട്ട് ലാസ്റ്റ് വരുന്ന കുറച്ച് ഭാഗത്ത് കുറച്ച് വെള്ളം തേച്ചിട്ട് നല്ലപോലെ ഒട്ടിച്ചെടുക്കുക. അവിടെ എണ്ണ തേക്കരുത്, വെള്ളം തന്നെ തേക്കുക. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലോട്ട് വെച്ച് കൊടുക്കുക ഓരോന്നായിട്ട്. മീഡിയം തീയിലിട്ട് ചെറുതായിട്ടൊരു ബ്രൗൺ നിറം ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക.
ഇനി താഴ്ഭാഗവും ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ തീ മീഡിയത്തിലോട്ട് ഇടുക. എന്നിട്ട് ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ചെറിയ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ വറുത്തെടുക്കണം. ബ്രൗൺ നിറം ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ താഴ്ഭാഗവും ഇതുപോലെ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പം എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മീറ്റ് ബങ്കി തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.